വലിയ വീടും പണവും പ്രതാപവും അധികാരവും ഒക്കെ ഉള്ള ഒരാളാണ് നമ്മൾ സാധാരണഗതിയിൽ വലിയ ആളായി വിലയിരുത്തുന്നത്. മക്കൾക്ക് തന്നെ അറിയാതെ ഇതൊക്കെ എപ്പോൾ വേണം വരികയും പോവുകയും ചെയ്യാം. ഇത് മക്കൾ തന്നെ അറിയുന്നതാണല്ലോ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ എല്ലാം നഷ്ടപ്പെട്ട ഒരുവന് പോയാലും കൂടുതൽ മറ്റൊരു നിമിഷത്തിൽ തിരിച്ചു കിട്ടിയെന്നും വരാം. ഇത് മക്കൾ കാണാറുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല നമ്മളെ വലിയവനാക്കുന്നത്. നമ്മുടെ ചിന്തയും പ്രവൃത്തിയും എത്ര പേരെ നല്ല രീതിയിൽ സ്വാധീനിച്ചു, അതെത്ര പേരിൽ നന്മയുടെ വിത്ത് പാകി, ആർക്കെല്ലാം വഴികാട്ടിയായി. മക്കളുടെ സ്നേഹവും ദയവും എത്ര പേരുടെ ജീവിതത്തെ ധന്യമാക്കി. മക്കളുടെ അറിവും വേഗവും മറ്റുള്ള ജീവിതത്തിൽ വേഗബോധത്തിന് വെളിച്ചം വീശാൻ സഹായിച്ചു. ഇതൊക്കെയാണ് ഒരാളെ വലിയവനും സമ്പന്നനുമാക്കുന്നത്. ഈ ഗുണങ്ങളൊന്നും ബാഹ്യമല്ല, ആന്തരികമാണ്. അത് നമ്മളുടെ ആത്മസത്തയുടെ ഭാഗമാണ്. അത് നമ്മൾ തന്നെയാണ്. അത് നാശമല്ല, മറ്റുള്ളതെല്ലാം നശിക്കുന്നതാണ്. അവ ഇന്നുണ്ടാകും, നാളെ നമുക്ക് ഇല്ലാതെയാകും, അല്ലെങ്കിൽ മറ്റൊരാളുടെ ആരുടെയെങ്കിലുമൊക്കെ ആകാം. നമ്മൾ നിസ്സാരന്മാരാണെന്ന് ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ബോധ മനസ്സും കൂടി അത് വിശ്വസിക്കാൻ തുടങ്ങും. തുടർന്ന് ബോധപൂർവം അല്ലാതെ പറയുന്ന വാക്കുകളിലും ചിന്തകളിലും പ്രവൃത്തികളിലും എല്ലാം കൂടി നമ്മളിലെ ദൗർബല്യങ്ങൾ പ്രകടമാകാൻ തുടങ്ങും. അപ്പോൾ മറ്റുള്ളവരും നമ്മളെ അങ്ങനെ കാണാൻ തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ നിസ്സാരന്മാരെന്ന ധാരണ ഒന്നുകൂടി ഉറയ്ക്കുകയും ചെയ്യും.